നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മണ്ണും മണവും ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പറമ്പിൽ ഒരു വാഴ നടുന്നത് വെറും ഒരു കൃഷിയല്ല, അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതിവയ്പ്പാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാഴപ്പഴങ്ങളിലെ മിന്നും താരം നെയ്പ്പൂവനെ കുറിച്ചാണ്. ഇത് എന്തുകൊണ്ടാണ് രാജകീയ പഴം എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് മറ്റു വാഴകളേക്കാൾ വിലപിടിപ്പുള്ളതാകുന്നത്? ഇതിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു നെയ്മണത്തിന്റെ രഹസ്യം എന്താണ്? നെയ്പ്പൂവന്റെ ആദിമധ്യാന്തം പരിശോധിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു വലിയ അറിവ് തന്നെയായിരിക്കും. നമുക്ക് ഇതിന്റെ സയൻസ് ഒന്ന് നോക്കാം. സാധാരണയായി നമ്മൾ കാണുന്ന നേന്ത്രനോ റോബസ്റ്റയോ ഒക്കെ 3 സെറ്റ് ക്രോമസോമുകൾ ഉള്ളവയാണ്, അതായത് ട്രിപ്ലോയിഡ് ക്രോമസോമുകൾ. എന്നാൽ നെയ്പ്പൂവൻ ഒരു ഡിപ്ലോയിഡ് ഇനമാണ്. ഇതിനെ AB ഗ്രൂപ്പ് എന്നാണ് സയൻസ് വിളിക്കുന്നത്. A വരുന്നത് മ്യൂസ അക്യുമിനേറ്റ എന്ന കാട്ടുവാഴയിൽ നിന്നാണ്. ഇതിൽ നിന്നാണ് നെയ്പ്പൂവന് അമിതമായ മധുരവും മൃദുവായ മാംസളഭാഗവും ലഭിക്കുന്നത്. B വരുന്നത് മൂസ ബാൽബിസിയാന എന്ന ഇനത്തിൽ നിന്നാണ്. ഇത് വാഴയ്ക്ക് കടുത്ത പ്രതിരോധ ശേഷിയും കടുത്ത വേനലിനെ അതിജീവിക്കാനുള്ള കരുത്തും നൽകുന്നു. ഈ 2 പ്രത്യേകതകളും ഒത്തുചേരുന്നത് കൊണ്ടാണ് നെയ്പ്പൂവൻ ഇത്രയും സ്പെഷ്യലാകുന്നത്. ഇതിന്റെ തൊലി കനം കുറയാനും പഴം പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാനും ഈ ജനിതക ഘടന സഹായിക്കുന്നു. ഇനി ചന്തയിൽ പോയാൽ എങ്ങനെ നെയ്പ്പൂവൻ തിരിച്ചറിയാം? ഇതിന്റെ പഴത്തിന്റെ അറ്റത്ത് ഉണങ്ങിയ പൂവിന്റെ ബാക്കി ഭാഗം അറ്റുപോകാതെ ഇരിക്കുന്നത് കാണാം. ഇതാണ് ഇതിന്റെ ഒറിജിനാലിറ്റി. കർണാടകയിലെ ചാമരാജഗറാണ് നെയ്പ്പൂവന്റെ പർദീസ. അവിടുത്തെ കറുത്ത മണ്ണിൽ വളരുന്ന നെയ്പ്പൂവൻ ഇന്ന് ലോകമെമ്പാടും കയറ്റുമതി ചെയ്യപ്പെടുന്നു. കേരളത്തിൽ പണ്ട് ഇത് വേലിക്കരകളിൽ മാത്രമാണ് നിന്നിരുന്നത്. എന്നാൽ ഇന്ന് ഇതൊരു വലിയ വാണിജ്യ കൃഷിയാണ്. 12 മുതൽ 14 പടലകൾ വരെയുള്ള കുലകൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഏകദേശം 12 കിലോ മുതൽ 15 കിലോ വരെ ഒരു കുലയ്ക്ക് തൂക്കം കാണും. ഇനി ഇതിന്റെ ഗുണങ്ങളിലേക്ക് വരാം. നെയ്പ്പൂവൻ വെറുമൊരു മധുര പലഹാരമല്ല. ഇത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും എല്ലുകളുടെ വളർച്ചയ്ക്കും ഉത്തമമാണ്. ഇതിൽ പൊട്ടാസ്യം സമൃദ്ധമാണ്. ഇത് നമ്മുടെ ഹൃദയമിടിപ്പിനെ ക്രമീകരിക്കുകയും BP കുറയുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഡയറ്ററി ഫൈബർ ധാരാളമുള്ളതിനാൽ മലബന്ധം ഉള്ളവർക്ക് രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു നെയ്പ്പൂവൻ കഴിക്കുന്നത് മികച്ച ഫലം നൽകും. നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഡോപ്പമൈൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. കുല വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തട കളയാറില്ലേ? അത് ചെയ്യരുത്. നെയ്പ്പൂവിന്റെ വാഴപ്പിണ്ടി വൃക്കയിലെ കല്ലുകൾ അഴിയിക്കാൻ സഹായിക്കും. ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. പിണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ അരച്ച് അതിന്റെ നീരെടുക്കുക. ഇതിൽ അല്പം മുളകുപൊടിയോ ഏലക്കയോ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. ഇത് മൂത്രനാളിയിലെ തടസ്സങ്ങൾ നീക്കുവാനും അമിതവണ്ണം കുറയ്ക്കുവാനും അത്ഭുതകരമായ ഫലം നൽകും. ഇതിലെ ഡയൂറിറ്റിക് പ്രോപ്പർട്ടി മൂത്രത്തിന്റെ അളവ് കൂട്ടി അഴുക്കുകളെ പുറന്തള്ളുന്നു. ഇനി നമുക്ക് വാഴക്കൂമ്പിലേക്ക് വരാം. വാഴക്കൂമ്പ് വെറുമൊരു തോരനല്ല, അതൊരു അയൺ ടാബ്ലറ്റ് ആണ്. വിളർച്ച ഉള്ളവർക്കും ഗർഭിണികൾക്കും ഇത് വളരെ നല്ലതാണ്. നെയ്പ്പൂവന്റെ കൂമ്പിന് കയ്പ് കുറവായതുകൊണ്ട് തന്നെ നല്ല രുചിയും കൂടുതലാണ്. ഇനി വാഴയിലയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ചൂടുള്ള ചോറ് വാഴയിലയിൽ വിളമ്പുമ്പോൾ ആ ഇലയിലെ പോളിഫൈനോളുകൾ ഭക്ഷണത്തിൽ കലരുകയും അത് ദഹനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. പണ്ട് സദ്യകൾ വാഴയിലയിൽ കഴിച്ചിരുന്നതിന് പിന്നിലെ ശാസ്ത്രം ഇതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നെയ്പ്പൂവൻ എന്ന ഈ മാന്ത്രിക സസ്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പറമ്പിൽ ചുരുങ്ങിയത് 5 വാഴയെങ്കിലും വച്ചുപിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ മണ്ണ് നമ്മളെ പൊന്നണിയിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും അമാന്തിക്കരുത്.
അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ഒരു കൃഷി അറിവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.